പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. അതേ, കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ചലിച്ചാൽ, ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ചില മേഖലകൾക്കകത്ത് നാം ഇന്നലകളിൽ സഞ്ചരിച്ചതിലും അപ്പുറമായി അസാധാരണമായി മൂവ് ചെയ്യാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 45-46 വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു, ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തുവരെ ആഹാബിന് മുമ്പായി ഓടി. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്ക് ഈ വാക്യഭാഗത്ത് കാണാൻ കഴിയുന്നത്. 3.5 വർഷക്കാലം മഴ പെയ്യത്തില്ലെന്ന് ഏലിയാവിൻ്റെ പ്രവചനം, ദൈവാത്മാവിൽ പ്രവചിച്ച പ്രവചനം അനന്തരം 3.5 വർഷം മഴയില്ലാതിരുന്ന, വെള്ളം കാണാതിരുന്ന ഒരു ദേശത്ത് മഴ പെയ്യിക്കുവാൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവിക മറുപടികൾ ചലിക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രാർത്ഥന റൂമിനകത്ത് ഏലിയാവ് ആത്മകണ്ണാൽ കാണുകയാണ്, മേഘം പോലൊരു കൈ കടലിന് മീതെ പൊങ്ങി വരുന്നത് ഭൃത്യൻ കാണുമ്പോൾ പ്രാർത്ഥന റൂമിൽ ഏലിയാവ് കാണുന്നു. അതേ, ദേശത്തെ മൂടി പെയ്യുവാനുള്ളൊരു മഴ വെളിപ്പെട്ടു വരുന്നത്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ക്ഷണത്തിൽ ചില വിടുതലുകൾ, ക്ഷണത്തിൽ ചില ദൈവപ്രവർത്തികൾ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാളുകൾ കൊണ്ട് മഴ പെയ്യാതെ, നാളുകൾ കൊണ്ട് മരുഭൂമി പോലെ നാളുകളായി അനുഭവിച്ചു വരുന്ന ചില വിഷയങ്ങളുടെ മേൽ നാളുകളായി ഒരേ സ്ഥിതിയിൽ തന്നെ തുടരുകയും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര വേദനപ്പെട്ടിട്ടും, എത്ര പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും ഇതിനെന്തേ ഒരു മാറ്റമില്ലേ എന്ന് ചോദിച്ച ചില വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനാ റൂമിൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴ പെയ്യിക്കുവാനെടുത്ത തീരുമാനം പോലെ, പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നാളിതുവരെ ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മറുപടിയുടെ കാര്യം നമുക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? വായിക്കപ്പെട്ട വേദഭാഗം ഇങ്ങനെയാണ്: ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. അതേ, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നാളുകളിൽ, മാസങ്ങളിൽ ഇല്ലാതിരുന്ന ചിലത്, അവൻ വെളിപ്പെട്ടു വരാതിരുന്ന ചിലത്, പ്രതീക്ഷയോടിരുന്നിട്ടും പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച് ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ കൊണ്ട് മൂടിയ ചിലതിനെ ദൈവാത്മാവ് ഇന്ന് ഈ സമയത്ത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. വൻമഴ പെയ്യും. ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും. തലമുറകളുടെ വിഷയത്തിലാകട്ടെ, ജോലി സംബന്ധമായ വിഷയമാകട്ടെ, അതേ വ്യക്തിപരമായ വിഷയമാകട്ടെ, താങ്കളുടെ വിഷയത്തിനകത്ത് ക്ഷണത്തിൽ ചില മറുപടികൾ ചെയ്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിനനന്തരം കാണുന്ന വേദഭാഗം, ഇസ്രായേലിലേക്ക് ആഹാബ് രഥം കയറി പോകുകയാണ്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അപ്പോൾ ആഹാബ് രഥം കയറി പോകുമ്പോൾ രഥത്തെ ആഹാബിന് മുൻപായി ഓടുവാനുള്ളൊരു ബലവും ദൈവത്തിൽ നിന്ന് പ്രാധാന്യം ചെയ്യുകയാണ്. വൻമഴ പെയ്തു. ഏലിയാവിന് എങ്ങനെങ്കിലും ഒരു സേഫ് സോണിൽ എത്തുകയും വേണം. എന്നാൽ ആഹാബിൻ്റെ രഥത്തിൽ കയറി പോകുമെന്നൊരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ അത് നടപ്പിലാക്കാതെ ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ കൈ വെളിപ്പെട്ടു വരികയാണ്. യഹോവയുടെ കൈ വെളിപ്പെട്ടു വന്നു. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ചലിച്ചു. എന്താണ് അനന്തരം കാണുന്ന വിഷയം? ആഹാബിന് മുമ്പായി, ആഹാബിൻ്റെ രഥചക്രങ്ങൾക്ക് മുൻപായി ഓടുവാനുള്ള ഒരു ബലവും ഒരു ധൈര്യവും ഒരു ദൈവകൃപയും ഏലിയാവിൻ്റെ മേൽ ചലിക്കുകയാണ്. പ്രിയരെ, ഈ സന്ദേശം പറയുമ്പോൾ തന്നെ നാളിതുവരെ നമ്മുടെ കാലിന് ബലമില്ലാതെ, മൂവ് ചെയ്യാൻ കഴിയാതെ, ശാരീരികമായി മിഷ്ടോത്രം ബലമില്ലാതെ, മാനസികമായി ബലമില്ലാതെ നാം ഒതുങ്ങിപ്പോയ, സ്റ്റക്കായിപ്പോയ ചില മേഖലകൾക്കകത്തുനിന്ന് ചിലതിന് മുമ്പായി ഓടുവാൻ തക്കവണ്ണം, ചിലതിനെ പിന്നിലാക്കിക്കൊണ്ട് ആത്മമേഖലകളിൽ മുൻപോട്ട് പോകുവാനുള്ള ദൈവവചനത്തിൻ്റെ ശക്തി
നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്നു. ആഹാബിൻ്റെ രഥത്തിനു മുൻപായി ഓടുവാൻ ഏലിയാവിൻ്റെ കാലിന് പകർന്ന ദൈവിക ബലം ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതേ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഓടുവാനല്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് ഓടുവാനല്ല, മറ്റുള്ളവരെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരുതുമെന്ന് പറയാനല്ല, ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ താങ്ങുവാൻ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ചലിക്കുവാൻ, അത് ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ നമ്മുടെ മേൽ അത് വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ക്ഷണത്തിൽ ചില മറുപടികൾ. ഒന്ന്, ക്ഷണത്തിൽ സ്തോത്രം, ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ക്ഷണത്തിൽ ചില മറുപടികൾ ചിലരുടെ വിഷയത്തിനകത്ത്, വീടിനകത്ത്, ചിലർ ഭാരപ്പെടുന്ന മേഖലകൾക്കകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ആഹാബിന് മുമ്പായി ഓടുവാനുള്ള ധൈര്യം. ക്ഷണത്തിൽ വിടുതൽ തരുന്ന ദൈവം ആഹാബിൻ്റെ രഥത്തിനു മുമ്പായി ഓടുവാനുള്ള ബലവും തന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ അധരങ്ങളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ എവിടെയോ സ്റ്റക്കായി പോയി, ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എവിടെയോ ഒതുങ്ങിപ്പോയി, എന്നെ എവിടെയോ ഒതുക്കിക്കളഞ്ഞു. ആ ഒതുക്കിക്കളഞ്ഞ മേഖലകളിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് അധികം ശക്തിയോടെ, അധികം ബലത്തോടെ ഓടുവാനുള്ള അസാധാരണമായ ബലം ദൈവം എൻ്റെ മേൽ പകരും, ദൈവം എൻ്റെ മേൽ തരും എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്നും ഒരേ സ്ഥിതിയിൽ തുടരുവാനും, എന്നും ഒരേ വേദനയ്ക്കകത്ത് അമർന്നു പോകുവാനും അനുവദിക്കാത്തൊരു ദൈവമാണ്. ആ വേദനയ്ക്കകത്തുനിന്ന് മുക്തി തന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം, മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ, ലോക മനുഷ്യർ ആലോചിക്കുന്നത് പോലെ, ലോക മനുഷ്യർ ഒതുക്കിക്കളയുവാൻ നോക്കുന്നത് പോലെ, ഏലിയാവേ, നിന്നെ ആഹാബിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന് ആഹാബ് പറയുമ്പോഴും, ആഹാബേ, നിന്റെ രഥമില്ലെങ്കിലും അതിനെ ആശ്രയിക്കാതെ നിന്റെ രഥത്തിന് മുൻപായി ഓടുവാനുള്ള ഒരു ദൈവിക ബലം ഞാൻ എൻ്റെ ദാസന് പകരുമെന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനം വെളിപ്പെട്ട് വരുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുവാനിടയെത്തിരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവിക ബലം ധരിച്ചുകൊണ്ട്, ദൈവിക ശക്തി ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.